അപ്പോൾ ഗൈസ് ഏതാടാ നായ നമ്മളെ വലിയ കോഴി ഉണ്ടായിരുന്നില്ലേ അവനൊക്കെ കൊണ്ടുപോയി ഇപ്പോൾ നായ്ക്കളെ കാണുമ്പോൾ ആട്ടി വിടുകയാണ്. ഇത് കണ്ടില്ലേ, ഇന്ന് നമ്മൾ എന്തിനാ ഇറങ്ങിയെന്ന് അറിയോ? നമ്മളെ ഗാർഡൻ ഒന്ന് വൃത്തിയാക്കാൻ. അതായത് നിറയെ മുളകൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം മുളക് തയ്യും എല്ലാം ഒന്ന് നമുക്ക് ശരിയാക്കാം. എങ്ങനെ കിടക്കണമെന്നുള്ളൊരു അവസ്ഥ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ആകെ ഒരു നമ്മളെ ഉമ്മർത്തിക്ക് നോക്കുമ്പോൾ ഒരു വൃത്തി കിട്ടുന്നില്ല. ആകെ കണ്ടില്ലേ പൊടിഞ്ഞ് ഇതായി. നമുക്കൊരു പണി ചെയ്യാം, സെറ്റാക്കല്ലേ. പറയുമ്പോഴേ മഴ കൊള്ളില്ല, സെറ്റ് തുടങ്ങല്ലേ. അത് ചൂലെടുത്ത് തരട്ടെ കേട്ടോ. അങ്ങനെ കഴിച്ച അവിടെ കുറച്ച് മരങ്ങളും അതും ഇതൊക്കെ കഷ്ണങ്ങളൊക്കെ കിടന്നിരുന്നു. അപ്പോൾ അതൊക്കെ ആദ്യം ഒന്ന് വൃത്തിയാക്കി അതൊക്കെ എടുത്തിട്ട് ഒരു സൈഡിലേക്ക് കൂട്ടി വെച്ചു. പിന്നെ അവിടെ കുറച്ച് പുല്ലുകളൊക്കെ വളർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ആകെ കാട് പിടിച്ചിട്ട്. അപ്പോൾ അതിനൊക്കെ കുറേയൊക്കെ മാന്തി കൊണ്ട് കുറേ ഇങ്ങനെ ചുരണ്ടി കളഞ്ഞു. എന്നാലും പോണില്ല. അപ്പോൾ കുറേ പിഴുതെറിഞ്ഞു. എന്താന്ന് വെച്ചാൽ പെയ്യാണെങ്കിൽ പെയ്യണില്ല, എന്നാ അങ്ങോട്ട് നിന്ന് പോകണില്ല, എടങ്ങറാക്കുകയാണ്. അവിടെ നായ്ക്കൾ അപ്പിട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് കാണില്ല. അപ്പോൾ നമ്മളിങ്ങനെ കൈ കൊണ്ട് പറിക്കുമ്പോൾ അതിലെങ്ങാനും ചെന്നാൽ ഒക്കെ പ്ലിങ്ങാവും. നമുക്ക് കുറച്ച് മുളകും തൈ ഉണ്ട്. മുളകും തൈന് നമുക്ക് ഈ സൈഡിലേക്ക് വെക്കാം അല്ലേ. കണ്ടോ ഗൈസ്, ഇതെൻ്റെ ബജിമുളകാണ്. വേനൽക്കാലത്തൊക്കെ നിറയെ ഇതിൽ ബജിമുളക് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുപാട് പൊട്ടിച്ചിരുന്നു. ഇപ്പോൾ രണ്ടാമത് വരാം കേട്ടോ. ഇതേ നമ്മുടെ ക്യാപ്സിക്കമാണ്. കണ്ടോ, ചെറുതായിപ്പോയി, കണ്ടില്ലേ. എന്നാലും ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ ഗൈസ്, ഇത് മുളകും തൈയാണ്. ഇതിലൊക്കെ ഓമമരം വന്നിട്ടേ ഇതൊക്കെ മുരടിച്ചു പോയി. ഇത് നമുക്ക് വേറെ ഒന്നിട്ട് മാറ്റി നടാം അല്ലേ മാറ്റി നടാം. ശ്രദ്ധിക്കാതെ പോയാലും ഒരുപാട് നഷ്ടം പറ്റി ഗൈസ്. അതായത് ഈ ഓമന്മരം ഇങ്ങനെ ഉണ്ടായിട്ടേ എല്ലാറ്റിലും മുളകും തൈയൊക്കെ ആകെ അങ്ങോട്ട് മുഷിഞ്ഞു പോയി. നമുക്ക് പിന്നെ പൂവുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സൈഡിലേക്ക് മാറ്റി വെച്ചു. പിന്നെ ഈ ഒരു പയറിൻ്റെ ഒരു വള്ളി ഉണ്ടല്ലോ, അത് വന്നിട്ട് ആകെ ചെടിയിലൊക്കെ ചുറ്റിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിങ്ങോട്ട് പിഴുതെറിക്കുമ്പോൾ ചെടികളും അങ്ങനെ പോരുമായിരുന്നു. അതായത് ചെടിയോടും പൂക്കളൊക്കെ നമുക്ക് ഈ ഭാഗത്തേക്ക് വെക്കാം. ഗൈസ്, നമ്മൾ കാട് പിടിച്ച് കിടന്നിരുന്ന സ്ഥലം നമ്മൾ ഇങ്ങനെയൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ മാങ്ങനാർ ഇപ്പോൾ ഇവിടുന്ന് മാറ്റണില്ല വെച്ചിട്ടോ. കാരണം എന്താ വെച്ചാൽ അതിൽ പൂക്കൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതിന് പിഴുതെറിയാനൊരു സങ്കടം. കാരണം പൂവിടനെ നമ്മൾ നശിപ്പിക്കാൻ പാടില്ലല്ലോ. നമുക്ക് ഓണമൊക്കെ അല്ലേ വരണത്. പിന്നെ കാശിത്തുമ്പി ഉണ്ട്, അവരെയൊക്കെ അവിടെ നിർത്തി ഇപ്പോൾ തൽക്കാലം. ഇത് നമ്മൾ പൂക്കളും കാര്യങ്ങളും ചെടികളൊക്കെ ഈ സൈഡിലേക്ക് വെച്ചു.